ഈ വീഡിയോയിൽ നമുക്ക് ഫിസിക്സിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ohm വർക്കിംഗ് അണ്ടർ 230 volt. ഇവിടെ ഒരു ഡിവൈസിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് എത്ര ടൈമാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി അഥവാ ഹീറ്റ് ഡെവലപ്ഡ് കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞത് 230 ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എന്താണ്, 920 ohm. അതേപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞത് 3 minutes ആണ്. അപ്പോൾ ഇവിടെ ആലോചിക്കുക, ആദ്യം തന്നെ 3 minutes, ടൈം എപ്പോഴും സെക്കൻഡ്സിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ ആദ്യം തന്നെ മിനിറ്റ്സിനെ നമ്മൾ സെക്കൻഡാക്കി മാറ്റണം. അതായത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് 60 സെക്കൻഡാണ്. അപ്പോൾ 3 × 60, 6 സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, 3നെ × 60 ചെയ്താൽ മതി. അതായത് 180 seconds എന്ന് കിട്ടും. അപ്പോൾ അത് സെക്കൻഡ്സിലാക്കി. ഇനി ഇത് രണ്ടും ഈ 3 വരുന്ന ഫോർമുല, ഹീറ്റ് എനർജിയിൽ ഇവ 3 വരുന്ന ഫോർമുല നമ്മളിത് കണക്ട് ചെയ്യണം. H = V²T/R എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. H = V²T/R കണ്ടുപിടിക്കുമ്പോൾ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 230 × 230 × 180 ഡിവൈഡഡ് ബൈ 920. ഇത് വെട്ടിച്ചെറുതാക്കുക. വെട്ടിക്കളയുമ്പോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 10350 ജൂൾ എന്ന ആൻസർ കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ 230 × 230 × 180 ചെയ്യുന്നതിന് പകരം ഇവിടെ 3 × 60 ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഇത് വെട്ടിക്കളയാവുന്നേ ഉള്ളൂ. 180 എന്ന് എഴുതണ്ട, 3 × 60 എന്ന് ടൈമിൻ്റെ അവിടെ എഴുതിയാലും നമുക്കിത് വെട്ടിച്ചെറുതാക്കാവുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എ കറന്റ് ഓഫ് 0.2 ആംപിയർ ഫ്ലോസ് ത്രൂ എ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. ഇവിടെ നമുക്കൊരു റെസിസ്റ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 200 ohm ആണ്. ഇതിലൂടെ 0.2 ആംപിയർ കറൻറ്റ് 5 minutes ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് നമുക്ക് എടുത്തെഴുതാം. അതായത് I എന്ന് പറഞ്ഞത്, കറണ്ട് എന്ന് പറഞ്ഞത് എത്രയാണ്, 0.2 ആംപിയർ ആണ്. അത് കറക്റ്റാണ് അതിൻ്റെ യൂണിറ്റ്. അതേപോലെ തന്നെ പിന്നെ എന്താണ് തന്നേക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 200 ohm ആണ് തന്നിട്ടുണ്ട്, അതും കറക്റ്റാണ്. ഇനി ടൈം തന്നേക്കുന്നത് 5 minutes ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈമിനെ സെക്കൻഡ്സിൽ വേണം എഴുതാൻ. അപ്പോൾ 5 × 60 എത്രയാണ്, 300 seconds എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് H = I²RT എന്ന് പറഞ്ഞ ഫോർമുല. ഇത് വേറൊരു ഫോർമുലയാണ്. ഐയും ആറും ടിയും കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ്. H = I²RT. ഇനി I എന്ന് പറയുന്നത് എത്രയാണ്, 0.2 × 0.2 I² എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 0.2 സ്ക്വയർ എന്നിട്ടാലും മതി, ഇൻറ്റു R എന്ന് പറഞ്ഞത് 200 ആണ്, ഇൻറ്റു 300. ഇനി 0.2 × 0.2 എത്രയാണ്, ആദ്യം തന്നെ 2 × 2 4. ഇതറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ. ഇനി 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടായിരിക്കണം. പോയിന്റിന് ശേഷം ഇവിടെ 1ഉം 2ഉം, അതായത് 2 സ്ഥാനം ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ പോയിന്റ് നീക്കി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 പോയിന്റ് ഉള്ള കാരണം ഇവിടെ നിന്ന് 2 സംഖ്യ നീക്കി കുത്തിരണം. ഇനി ഇൻറ്റു 200 × 300, 4 × 2 ഇതേപോലെ തന്നെ 8, 2 0 ഉണ്ട്, 2 0 ഇട്ട് കൊടുക്കുക. ഇനി 2 സ്ഥാനം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് 2 സ്ഥാനം മാറ്റി കുത്തിരണം, അല്ലെങ്കിൽ പോയിന്റ് ഇടണം, ഇൻറ്റു 300. അപ്പോൾ 8 × 300 എന്ന് കിട്ടും. 8 × 3 എത്രയാണ്, 2400. H ആയതുകൊണ്ട് എപ്പോഴും ജൂൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. 2400 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര പോയിന്റ് ഉണ്ടെങ്കിൽ, പോയിന്റ് ഉള്ള സംഖ്യകൾ വരാണെങ്കിൽ പോയിന്റ് നീക്കി നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എത്ര പോയിന്റ് ഉണ്ടോ അത്രയും നീക്കി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ആൻ ഇലക്ട്രിക് അയൺ വർക്ക്സ് ഓൺ 230 volt. ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് അയൺ തന്നിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്, 230 volt ആണ്. എ കറന്റ് ഓഫ് 3 ആംപിയർ ഫ്ലോസ് ത്രൂ ദിസ് ഫോർ ഹാഫ് ആൻ അവർ. അതായത് ഈ ഇലക്ട്രിക് അയണിലൂടെ 3 ആംപിയർ കറണ്ട് അരമണിക്കൂറോളം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി, ഇത് മുഴുവൻ ഹീറ്റ് എനർജിയുടെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ്, അതിനനുബന്ധിച്ചുള്ള ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ആദ്യം തന്നെ വോൾട്ടേജ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 230 volt ആണ്. അതേപോലെ തന്നെ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്തേക്കുന്നത്, 3 ആംപിയർ കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്തേക്കുന്നത്.
ടൈം എന്ന് പറഞ്ഞത് ഹാഫ് അവർ, അതായത് ഒരു അവർ എന്ന് പറഞ്ഞത് 60 മിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹാഫ് അവർ എന്ന് പറയുന്നത് എത്രയാണ്? 60യുടെ പകുതി 30 മിനിറ്റ്. ഇനി നമ്മൾ ടൈം എപ്പോഴും സെക്കൻഡ്സിൽ എഴുതാം. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡ് ആക്കണ ആ ഒരു ഫോമുല, അതായത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 30 മിനിറ്റ് കാണാൻ അല്ലെങ്കിൽ 30 മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും? 30 × 60, അതായത് 183 × 6 18 1800 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ 1800 സെക്കൻഡ്സ്. ഇനി നമ്മൾ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. H = VIT എന്ന് പറഞ്ഞ ഫോമുല, അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി V എന്ന് പറയുന്നത് 230 × 3 ഇനി × 1800, അല്ലെങ്കിൽ 30 × 16 എഴുതിയാലും മതി. 30 മിനിറ്റ് ആണല്ലോ, ഹാഫ് അവർ എന്ന് പറഞ്ഞത് 30 മിനിറ്റ്. അതിനെ സെക്കൻഡ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 30 × 60 ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇത്രയും വലുത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 30 × 60 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. = എത്ര ആൻസർ കിട്ടും? 1242000 ജൂൾ. ഇവിടെ ഇൻറ്റു ചെയ്ത് കാണിക്കാനുള്ള ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്? ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് 4 ohmഉം ഒന്ന് 2 ohmഉം. ഇത് സീരീസ് കണക്ഷനിലാണ് കൊടുത്തേക്കുന്നത്. ഇവയ്ക്കിടയിൽ 6 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ഈസ് ദ കറണ്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് സീരീസ് കണക്ഷനിൽ വരുമ്പോൾ ആ ഫോമുല എന്ന് പറഞ്ഞത് R = R1 + R2. ഇങ്ങനെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ കണ്ടുപിടിക്കുക. സീരീസിലാണെങ്കിൽ Rനെ R1 + R2 ചെയ്താൽ മതി, അതായത് 4ഉം 1 2. അപ്പോൾ എത്ര വരും? 6 ohm ആണ് ഇതിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജ് 6 വോൾട്ടേജ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഓംസിലനുസരിച്ച് I = V/R എന്ന് പറഞ്ഞ ഫോമുല. 6/6 = 1 ആംപിയർ എന്ന് ആൻസർ കിട്ടും. ഇത് സീരീസ് കണക്ഷനിലാണെങ്കിൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പാരലൽ കണക്ഷനിലെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 12 ohm ആൻഡ് 4 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? നേരത്തെ നമ്മൾ സീരീസിലാണ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാരലൽ കണക്ഷനിൽ. 2 റെസിസ്റ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, 12 ohmഉം 4 ohmഉം. ഇവ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ കണക്ഷനിലായതുകൊണ്ട് ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 12 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ, ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാണും? 1/R = 1/R1 + 1/R2. നേരത്തെ സീരീസ് കണക്ഷനിൽ നമ്മൾ നേരിട്ട് പ്ലസ് ചെയ്യുക ചെയ്ത്, പക്ഷേ ഇവിടെ നമ്മൾ 1/R എന്ന് പറഞ്ഞിട്ട് എടുക്കണം. 1/R1 + 1/R2, അതായത് 1/12 + 1/4. ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 1 × 4 4 + 1 × 12 12 / 12 × 4 48. അപ്പോൾ 12 + 4 എന്ന് പറയുന്നത് 16 16/48. ഇനി ഇവിടെ 1/R ആണ് 16/48. 1/R എന്ന് പറയുന്നതാണ് 16/48. അപ്പോൾ R എന്ന് പറയുന്നത് എന്തായിരിക്കും? 48 / 16. വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് 3 ohm എന്ന് കിട്ടും. അതായത് 2ൻ്റെ ടേബിളിലൊക്കെ വെട്ടാം. 3 ohm എന്ന് കിട്ടും. അപ്പോൾ R നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് കറണ്ടാണ്. ഇവിടെ ഓർക്ക 1/R ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് ചെയ്യരുത്. 1/R തന്നിട്ട് R അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. 16/48 48/16 ആവും. അപ്പോൾ R എന്ന് പറയുന്നത് 3 ohm ആണ് കിട്ടി. ഇനി നേരിട്ട് നമുക്ക് കറണ്ട് ചെയ്യാം. I = V/R എന്ന് പറഞ്ഞ ഫോമുല. V എന്ന് പറഞ്ഞത് 12 ആണ്. 12 വോൾട്ടാണ് തന്നിരിക്കുന്നത്. R നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 3. അപ്പോൾ എത്ര കിട്ടും? 4 ആംപിയർ എന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കി. 10 റെസിസ്റ്റേഴ്സ് ഓഫ് 3 ohm ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പാരലൽ കണക്ഷനിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യം പാരലൽ കണക്ഷനിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് = R
ബൈ എൻ. ഈ ഫോമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുലയാണ് ആർ ബൈ എൻ. അപ്പോൾ ഇവിടെ ആർ എന്ന് പറഞ്ഞത് എത്ര ഓമാണ് അല്ലെങ്കിൽ എത്ര റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൊടുത്തേക്കുന്നത്? 3. ഇനി എൻ എന്ന് പറഞ്ഞത് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 10. അപ്പോൾ 3/10, അതായത് 0.3 ഓം എന്ന ആൻസർ കിട്ടും. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഓമിലായിരിക്കും നമ്മൾ എഴുതാം. ഇനി അതേപോലെ തന്നെ സീരീസ് കണക്ഷനിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സീരീസിലാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു എൻ ആണ്. അതായത് ആർ എന്ന് പറയുന്നത് 3 ആണ്, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. സോ 30 ഓം എന്ന് ആൻസർ കിട്ടും. അപ്പോൾ പാരലലാണെങ്കിൽ ആർ ബൈ എൻ ആണ് ചെയ്യണമെങ്കിൽ സീരീസിൽ ആർ ഇൻറ്റു എൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 വോൾട്ട് AC. There are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അതെടുത്ത് എഴുതാം. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത് വോൾട്ടേജ് ഇൻ ദ പ്രൈമറിനെയാണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് 240 വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, ദാറ്റ് ഈസ് NS എന്ന് പറയുന്നത് 80 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, അതായത് NP എന്ന് പറയുന്നത് 800 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ചൊരു ഫോമുലയുണ്ട്. എന്താണ്? NS ബൈ NP ഈസ് ഈക്വൽ ടു VS ബൈ VP. VS കണ്ടുപിടിക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവുക. ദാറ്റ് ഈസ് NS ബൈ NP ഇൻറ്റു VP ഈസ് ഈക്വൽ ടു VS. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് NS എന്ന് പറഞ്ഞത് 80 ആണ്, ഡിവൈഡഡ് ബൈ NP എന്ന് പറയുന്നത് എത്രയാണ്? 800 ആണ്, ഇൻറ്റു VP എന്ന് പറയുന്നത് 240 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 24 വോൾട്ട്. അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി അഥവാ ഔട്ട്പുട്ട് വോൾട്ടേജിന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വോൾട്ട് തന്നെയായിരിക്കും ഇവിടുത്തെ യൂണിറ്റ്. 24 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പ്രൈമറി പവർ ഇസ് 500 വാട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ്. ഇഫ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി ഇസ് 1 ആംപിയർ. 2 സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി വോൾട്ടേജ്, വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. പവർ എന്ന് പറഞ്ഞത് 500 വാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറിനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി 100 വോൾട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറിയിലുള്ള കറണ്ട് IP എന്ന് പറയുന്നത് എന്താണ്? 1 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് പ്രൈമറി വോൾട്ടേജ് ഇൻ ദ പ്രൈമറി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് പറഞ്ഞൊരു ഫോമുലയുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. P എന്ന് പറഞ്ഞത് 500 ആണ്, ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ദ പ്രൈമറിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻറ്റു 1. IP എന്ന് പറഞ്ഞത് അത് കറണ്ട് ഇൻ ദ പ്രൈമറി എന്ന് പറഞ്ഞത് 1 ആണ്. സോ VP എന്ന് പറഞ്ഞത് 500 ഈ 1നെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 1 ആവും. അപ്പോൾ VP എന്ന് പറഞ്ഞത് 500 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. അതായത് വോൾട്ടേജ് ഇൻ ദ പ്രൈമറി എന്ന് പറഞ്ഞത് 500 വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് IS കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോമുല ഉണ്ടല്ലോ. എന്താണ്? VS ബൈ VP ഈസ് ഈക്വൽ ടു IP ബൈ IS. നമ്മൾ നേരത്തെ പഠിച്ചു VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NP. ഇതൊക്കെ സെയിം ആണ്. പക്ഷേ കറണ്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ VS ബൈ VP ഈസ് ഈക്വൽ ടു IP ബൈ IS ആണ് വരട്ടെ. ഈ ഫോമുല ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഫോർമുലയാണ് ഉള്ളത്, അറിയാലോ. NS ബൈ NP. അതായത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി. അതേപോലെ തന്നെയാണ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതേപോലെ തന്നെ കറണ്ട് ഇൻ പ്രൈമറി, കറണ്ട് ഇൻ സെക്കൻഡറി. VS ബൈ VP, NS ബൈ NP അത് ഒരേപോലെ പോകുന്നത്. പക്ഷേ കറണ്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രൈമറിയിലുള്ള കറണ്ട് മുകളിൽ വരും, സെക്കൻഡറിയിലുള്ള കറണ്ട് ഡിനോമിനേറ്ററിൽ വരും. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത്
IS കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ISനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. ISനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടു, IP അവിടെ തന്നെ നിർത്തി. BP എന്ന് പറഞ്ഞത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇൻറ്റു VP ആയി മാറി. VS എന്നുള്ളത് അടിയിലേക്ക് പോകുന്നു. അപ്പോൾ കറണ്ട് ഇൻ ദ പ്രൈമറി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് 1. ഇനി ഇൻറ്റു വോൾട്ടേജ് ഇൻ ദ പ്രൈമറി 500 നമ്മൾ കണ്ടുപിടിച്ചു ബൈ VS വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എത്രയാണ് 100 തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. വെട്ടിക്കളയുമ്പോൾ നമുക്ക് 5 ആംപിയർ എന്ന് ആൻസർ കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.